ഈ പ്രതി എന്ന് പറഞ്ഞാൽ ഈ പ്രതിയെ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാര്. ഞങ്ങളോടുള്ള ശത്രുത എന്താണെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ആദ്യ ഭാര്യയും ആ പിണങ്ങിപ്പോകുമ്പോണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടവരാണ് ഞങ്ങൾ. ആ കാലത്ത് തന്നെ ഞങ്ങളോട് വലിയ ശത്രുത ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ 5 വർഷമായിട്ട് അന്നാ കൊലപാതകത്തിന് ശേഷവും പിടിക്കപ്പെട്ടത് അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇതുവരെ ഞങ്ങളും ആരും കണ്ടിട്ടില്ല, കാണാനൊട്ട് ആഗ്രഹവുമില്ല. ഞങ്ങൾ കരയുന്ന കുട്ടികളോടൊപ്പമാണ്, ആശങ്കപ്പെടുന്ന ഈ ജനങ്ങളോടൊപ്പമാണ്. ഉറപ്പായിട്ട് പിടിക്കും. ഒരു ഭയപ്പാടും ഇല്ലാണ്ട് ജീവിക്കും ഇവിടെ. അതിന് കുട്ടികളെ സംരക്ഷിക്കും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ അതിന്റെ ഒരു പടി മുന്നിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുമോ സർക്കാർ? തീർച്ചയായും ആവശ്യപ്പെടും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല ഞാൻ. ഇനി ഇപ്പോ അപകടത്തിൽ മരണപ്പെട്ടുപോയ ആ ട്രക്കിലെ ഡ്രൈവർ അവരുടെ വൈഫിന് ജോലി കൊടുത്തിരുന്നു. നമ്മുടെ വയനാട് ഇപ്പൊ ദുരന്തമുണ്ടായ ആ കുട്ടി വീണ്ടും ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരുടെ ആ കുട്ടിക്ക് ജോലി കൊടുത്തിരുന്നു. അങ്ങനെയാ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരം കൊലപാതകത്തിന് ശേഷം പോലീസിന്റെ ഉൾപ്പെടെ ഒരു ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, അതുകൊണ്ട് തന്നെ സർക്കാർ അതിലൊരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം അവർ പറയുന്നത്. സംശയമില്ല. പോലീസിന്റെ വീഴ്ചയുണ്ടായാലും ആരുടെ ഭാഗത്താണ് ചെറിയ തലത്തിൽ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ കേരളത്തിൽ അത്തരത്തിൽ വീഴ്ച സംഭവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും പിന്നെ അവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതിനുള്ളൊരു കരുത്തുള്ളൊരു മുഖ്യമന്ത്രി ഇപ്പോഴുണ്ടല്ലോ. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ നിന്നും പുറത്തേക്ക് കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതകളും തള്ളുന്നില്ല എന്നുള്ളതല്ലേ? തീർച്ചയായും. ഇയാള് ഒരു നാഷണൽ പെർമിറ്റ് മറ്റൊരു ലോറി ഡ്രൈവറാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ നന്നായിട്ട് അറിയാലോ. തിരുപ്പൂരാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നെ ഇയാൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോഴാണല്ലോ പറഞ്ഞത് തിരുപ്പൂര് പോവാ എന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. കാരണം ഈ പാവപ്പെട്ട സുധാകരനും തിരുപ്പൂരിലായിരുന്നു ജോലി, അവിടെയാണ്. അപ്പോ ഈ ഉള്ളിൽ പകൊണ്ട് നടക്കുക, രാവിലെ എണീറ്റിട്ട് ഇതിലെ പോകുമ്പോൾ സ്ത്രീകളോട് വർത്തമാനം പറഞ്ഞിട്ട് ഇവൻ പോയിരിക്കണമെന്നാണ്. അത് അത്തരം ഒരു ശ്രദ്ധയിൽ വന്നിരുന്നെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങള് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു നല്ല സെറ്റപ്പുള്ള സ്ഥലമാണ് ഇവിടെ. അതിനൊന്നും ഒരു മോശം വരുന്ന സ്ഥലമല്ല. പക്ഷേ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും.